ഹായ് ഫ്രണ്ട്സ്, നിങ്ങളൊരു വീട് പണിയെടുക്കുമ്പോൾ കിച്ചൺ എങ്ങനെ ചെയ്യണം, അതിന് റാക്ക് ഇടണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ മുന്നേ കൂട്ടി തീരുമാനിക്കാറില്ലേ? വീട് പണിയെടുക്കുമ്പോൾ സാധാരണ ഗതിയിൽ ചില ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാവില്ല. അവർ വീട് പണിയെടുക്കുമ്പോൾ കിച്ചണിൽ റാക്ക് വാർക്കട്ടെ എന്ന് പണിക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ ആ വാർത്തോളൂ എന്ന് പറയും. വർക്കേഴ്സ് എന്ത് ചെയ്യും? അവർക്ക് ഏതാണ്ട് ഒരളവ് കണക്കുണ്ടാവും, അത് വെച്ചിട്ട് അവർ വാർത്തിട്ട് പോകും. അപ്പം നിലമ്പണി കഴിഞ്ഞിട്ടുണ്ടാവില്ല, നിലത്തിൻ്റെ ഹൈറ്റ് കറക്റ്റായി ഉണ്ടാവില്ല. ഈ സമയത്താണ് അവർ വാർപ്പ് അളവെടുത്ത് കണക്കൂട്ടി വാർത്ത് പോകുന്നത്. ഇത്തരം അവസ്ഥയിൽ അത് ഗ്യാസ് കുറ്റി കയറാത്ത പ്രശ്നങ്ങൾ, ടൈലിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞാൽ ഗ്യാസ് കുറ്റി അടിയിൽ കയറാത്ത പ്രശ്നം, അതുപോലെ തന്നെ ഹൈറ്റ് കൂടുതൽ അല്ലെങ്കിൽ കുറവ്, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷനാണ് നമ്മൾ കിച്ചൺ ഒഴിച്ചിടുക. കിച്ചണിൽ റാക്കൊന്നും മാർക്കാതെ ഒഴിച്ചിട്ടതിന് ശേഷം അലുമിനിയം ഫാബ്രിക്കേഷനിലോ അതല്ലെങ്കിൽ അതേപോലെ നനഞ്ഞ കംപ്ലൈൻറ്റ് വരാത്ത മറ്റ് മെറ്റീരിയലിലൊക്കെ നമുക്ക് കിച്ചൺ കബോർഡ് ചെയ്യാം. നല്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഇതിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. മെറ്റീരിയൽ എടുക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം. കുറച്ച് വെയിറ്റുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യാം. അലുമിനിയം സ്ക്വയർ, അത്യാവശ്യം ഗേജുള്ള സാധനം വെച്ചിട്ട് വർക്ക് ചെയ്യുക. ഗേജ് കുറഞ്ഞ മെറ്റീരിയൽ വെച്ച് പണിയെടുത്താൽ എന്താണെന്ന് വെച്ചാൽ ഈ ഇരുമ്പ് തുരുമ്പായി പോണ മാതിരി കംപ്ലൈൻ്റായി പോണ ഒരു പ്രശ്നമുണ്ട്. അത് അലുമിനിയത്തിൽ തന്നെ മലബാർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്. ഈ മലബാർ കമ്പനിയുടെ അലുമിനിയം എടുത്തിട്ട് കുറച്ച് ഗേജുള്ള സാധനം നോക്കിയെടുത്തതിന് ശേഷം വർക്ക് ചെയ്യുക. അങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാലത്തും കിച്ചൺ കംപ്ലൈൻറ്റ് വരില്ല. അത് മാത്രമല്ല, നമുക്ക് ഈ മോഡൽ മാറിക്കഴിഞ്ഞാൽ ഊരി മോഡൽ മാറ്റാം. അതുപോലെ തന്നെ ഷീറ്റിൻ്റെ കളറ് കുറച്ച് കാലം കഴിഞ്ഞ് മാറ്റണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഷീറ്റിൻ്റെ കളറ്, ഷീറ്റ് മാത്രം ഊരിയെടുത്ത് വേറെ കളറ് നമുക്ക് ചെയ്യാം. ഇങ്ങനെ ചെയ്തുള്ള വർക്കിൻ്റെ 14 വർഷത്തിന് ശേഷമുള്ള വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ പങ്കുവയ്ക്കാൻ പോണത്. ഈ വീഡിയോ ഫസ്റ്റിൽ പണി കഴിഞ്ഞ ഉടനെ ഞാൻ ഇതേപോലെ ഈ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 14 വർഷമായി. 14 വർഷത്തിന് ശേഷം ഈ കിച്ചൺ ചെയ്ത് ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. അന്ന് വർക്ക് ചെയ്തിരിക്കുന്നത് മലബാർ മെറ്റീരിയലിൻ്റെ തേക്കിൻ്റെ കളർ പ്രിൻ്റാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഹൈലം ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഷീറ്റ് കംപ്ലീറ്റ് PVC ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. അന്ന് ഹൈലം ഷീറ്റായിരുന്നു കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. PVC ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അന്ന് ACP ഷീറ്റും ഉണ്ടായിരുന്നു. പക്ഷേ ACP ഷീറ്റിൻ്റെ മുകളിലത്തെ കോട്ടിങ് പോണ്ട് എന്നുള്ള കംപ്ലൈൻറ്റ് കാരണമാണ് നമ്മളന്ന് ACP ഉപയോഗിക്കാണ്ടിരുന്നത്. ഈ 14 കൊല്ലമായിട്ടും ഇതിന് വന്നിട്ടുള്ള കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഇഞ്ചസ് കംപ്ലൈൻ്റായി പൊട്ടി. അത് ഹിഞ്ചസ് ഉപയോഗിച്ചിരിക്കുന്നത് എപ്കോൻ്റെ കുറഞ്ഞ ക്വാളിറ്റി ഹിഞ്ചസാണ് ഉപയോഗിച്ചിരുന്നത്. ആ ഹിഞ്ചസ് മാറ്റി. അതാണ് ഇതിനാകെ കംപ്ലൈൻറ്റ് വന്നുള്ളത്. ആ കുറഞ്ഞ ക്വാളിറ്റി ആയിട്ട് പോലും 13 വർഷത്തോളം നിന്നു. 1 വർഷമായി അതിൻ്റെ ഹിഞ്ചസ് മാറ്റിയിട്ട്. ബാക്കി ഒരു സാധനത്തിനും കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഹിഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടിയത് ഉപയോഗിക്കാം. എപ്കോൻ്റെ കൂടിയ ഹിഞ്ചസ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ കുറേ കമ്പനി ഹിഞ്ചസ് കൂടിയതുണ്ട്. ഇതിൽ സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. സിങ്കിന് ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് കുറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോറ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കറക്റ്റ് ഗ്യാസ് കുറ്റിയും പിന്നെ ഒരു 4 ഇഞ്ചോളം ഗ്യാപ്പുണ്ട്. ഹൈറ്റ് നമ്മൾ ആളെ നിന്നിട്ട് നോക്കിയിട്ട് കറക്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇൻറ്റീരിയർ ഇതുപോലെ 14 വർഷം കഴിഞ്ഞിട്ട് വേറെ ഏത് മെറ്റീരിയലായിട്ട് ചെയ്തിട്ടുള്ള ഇൻറ്റീരിയർ ആയാലും കിച്ചൺ ആയാലും 14 വർഷം കഴിഞ്ഞിട്ടുള്ള കിച്ചൺ ഇതുപോലെ ക്ലിയർ ആയിട്ട് നിലനിൽക്കില്ല. അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് അത് വിടാൻ സാധിക്കില്ല. കാരണം അത് നാശമായി ഉണ്ടാവും. ഒരു 40% നാശമായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം.
ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായെന്ന് വെച്ചൊക്കെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് അടിക്കണം, ബെൽ ബട്ടൺ അമർത്തണം, കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതാനും മറക്കരുത്. ഇതുപോലെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളുമായി ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ.